വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമര ആസൂത്രിതമായി നടപ്പാക്കിയതെന്ന് പോലീസ്. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞു. 1.5 ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് അരക്കമലയിൽ കഴിഞ്ഞ പ്രതി തന്ത്രശാലി തന്നെയെന്ന് പോലീസും സമ്മതിക്കുന്നു. പോലീസ് തിരയുമ്പോൾ വനപ്രദേശം നന്നായി അറിയുന്ന ചെന്താമര പതിയിരുന്ന് ഇതെല്ലാം കണ്ടു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചെന്താമര കരുതി. പിന്നെ എല്ലാവരോടും വൈരാഗ്യം. ഇരട്ടക്കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങൾ ഒരുക്കി. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ചെന്താമര പറഞ്ഞതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ പ്രതി ഭീഷണിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു. ചെന്താമരയെ 14 ദിവസത്തേക്ക് ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കുടുംബത്തിന് മുന്നിൽ മുഖം കാണിക്കാനാകില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലെത്തിച്ചു. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷിനും സൂരജ് സജിക്കുമൊപ്പം വിപിൻ സി വിജയൻ, 24. ചെന്താമരയെ പിടികൂടിയെങ്കിലും പോത്തുണ്ടിയിലെ ഭീതി ഒഴിയുന്നില്ല. പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും ഇല്ലെങ്കിൽ തങ്ങളെയും കൊലപ്പെടുത്തുമെന്നും സുധാകരന്റെ മക്കൾ പറയുന്നു. ആശ്വാസം തോന്നുന്നില്ല എന്നായിരുന്നു ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പയുടെ പ്രതികരണം. ഒന്ന് കൊന്നു തന്നാൽ മതി. ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മയും അമ്മ എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോകണം. ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് വേണ്ട, കൊന്നു തന്നാൽ മാത്രം മതി. വയ്യ ഞങ്ങൾക്ക് എല്ലാം കയറിയിട്ട് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മനെ എന്തിനാ കൊന്ന? ഭീതി ഒഴിയുന്നില്ല സുധാകരന്റെ ഈ 2 പെൺകുട്ടികൾക്ക്. കുടുംബത്തിലെ 3 പേരെ ഇല്ലാതാക്കിയ ചെന്താമരയെ തൂക്കിലേറ്റണമെന്ന് ഇവർ പറയുന്നു. തന്റെ കുടുംബം ശിഥിലീകരിച്ചതിന് പിന്നിൽ സുധാകരന്റെ കുടുംബമാണെന്ന വൈരാഗ്യമാണ് 3 ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് ചെന്താമരയെ നയിച്ചത്. മുൻപ് അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ചെന്താമരയുടെ ഭാര്യയെ പോത്തുണ്ടിയിലെ സ്കൂൾ മുതൽ വീടുവരെ ചെന്താമര മർദ്ദിച്ചിട്ടുണ്ട്. ഒടുവിൽ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെ ചെന്താമരയോട് പിണങ്ങി ഭാര്യയും മകളും പോയി. ഇതിന് കാരണം സുധാകരന്റെ ഭാര്യ സജിതയെന്ന് ചെന്താമര കരുതി. അങ്ങനെ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി. ജയിലിൽ കിടക്കുമ്പോഴുണ്ടായിരുന്ന അടങ്ങാത്ത പക സുധാകരന്റെയും അമ്മയുടെയും ജീവനെടുത്തു. ചെന്താമര പിടിയിലായെങ്കിലും ഒട്ടും ആശ്വാസം തോന്നുന്നില്ലെന്ന് ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പ 24നോട്. പേടിയുണ്ട് എനിക്ക്. നീ അയാളെ വരും, നീ ഇവര് ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടിയുണ്ടായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. സജിത കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം തന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്താൻ ചെന്താമര ലക്ഷ്യമിട്ടിരുന്നു. 24 പാലക്കാട്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് എക്സൈസ് മന്ത്രി എം. രാജേഷ്. 13 ദിവസം മുമ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളാണ് രഹസ്യരേഖയെന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും എം. രാജേഷ് പരിഹസിച്ചു. കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ പ്രതികരിച്ചു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തെളിവായി മന്ത്രിസഭാ യോഗത്തിലെ കുറിപ്പും പുറത്തുവിട്ടിരുന്നു. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മന്ത്രിസഭാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാധ്യമങ്ങളെ കണ്ട എം. രാജേഷ് ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി പറഞ്ഞു. അനുമതിയുടെ നാൾവഴി വിശദീകരിച്ച് തിടുക്കത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് വിശദീകരിച്ച മന്ത്രി ഭൂഗർഭ ജലചൂഷണമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വിഷയം LDFിൽ ചർച്ച ചെയ്യുമെന്നും അറിയിച്ച എം. രാജേഷ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും
നാടിൻ്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വ്യവസായം തുടങ്ങാൻ മന്ത്രി പോലും അറിയേണ്ടതില്ല. പ്രതിപക്ഷം ഭാവനയിൽ നിന്ന് മാറി വസ്തുതകളിലേക്ക് വരണമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. അപ്പോൾ വകുപ്പ് പറഞ്ഞില്ല എന്നല്ല, എല്ലാ വകുപ്പും മന്ത്രിമാരും ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ തീരുമാനം. ഭാവനയിൽ നിന്ന് കുതറി മാറി വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കുറെ കൂടി വരണം. പ്രതിപക്ഷാരോപണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ സർക്കാർ വിശദീകരണത്തിന് അത്ര കണ്ട് പ്രാധാന്യം നൽകുന്നില്ലെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു. 24 തിരുവനന്തപുരം. CPIക്ക് പിന്നാലെ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെ JDS-ലും എതിർപ്പ്. ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയതിന് പിന്നാലെയും പദ്ധതിയെ പരസ്യമായി അനുകൂലിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നതെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി വിമർശിച്ചു. ഇന്നു ചേരുന്ന ഭാരവാഹി യോഗത്തിന് മുന്നോടിയായാണ് ജനതാദൾ-എസിൽ എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കെതിരായ വികാരം ഉയരുന്നത്. മന്ത്രിസഭയിൽ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്താതിരുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ ലക്ഷ്യം വെച്ചാണ് നീക്കം. കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്ത പാർട്ടി എങ്ങനെ ജലചൂഷണത്തിന് കൂട്ടുനിൽക്കുമെന്നാണ് ജില്ലാ അധ്യക്ഷന്മാർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിലെ ചോദ്യം. മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറിയിക്കാത്ത കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് അതിൽ താൽപര്യം കാണിക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ എതിർപ്പ് നുരഞ്ഞു പൊന്തുമ്പോഴും പദ്ധതിയെ പിന്തുണയ്ക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. സമ്പത്ത് മുഴുവൻ അവിടേക്കല്ലേ പോകുന്നത്. നമ്മളുടെ ഇവിടെ വ്യവസായമൊക്കെ ഒന്ന് വരണ്ടേ? ആ രീതിയിലാണ് അത് പറഞ്ഞത്. ചർച്ച ചെയ്ത് തീർക്കും. ചർച്ച ചെയ്ത തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് എനിക്ക് അനുഭവത്തിൻ്റെ ഉള്ളിലൊരു വിശ്വാസം. സംസ്ഥാന എക്സിക്യൂട്ടീവ് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നിലപാടെടുത്തതോടെ CPI നേതാക്കൾ വിമർശനം കടുപ്പിച്ചു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സർക്കാരിനെ വിമർശിച്ച ദേശീയ കൗൺസിൽ അംഗവും കർഷക നേതാവുമായ സത്യൻ മുഖേരി ജനയുഗത്തിൽ ലേഖനമെഴുതി. മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ചോദ്യം ഉയർന്നു വന്നെന്നും നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സത്യൻ മുഖേരി ലേഖനത്തിൽ ആവശ്യപ്പെട്ടു. CPI അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തുമെന്നാണ് CPIM-ന്റെ പ്രതികരണം. എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്ത്. +1 വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത്. പരിക്കേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വലിയ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണ് സ്കൂൾ ബസ്സിൽ ഇങ്ങനെ കത്തിക്കുത്ത് എന്നുള്ള വാർത്ത. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? മുൻവൈരാഗ്യമെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? അജീഷ്. റിജിത്ത്, എന്തായാലും നടക്കുന്ന സംഭവം തന്നെയാണ്. ഇത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അതിങ്ങനെ ഗുരുതരമായി മാറിയത് ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം ഇവിടുത്തെ മലമുകളിൽ എന്ന സ്ഥലത്ത് ഈ സ്കൂൾ ബസ് എത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. സ്കൂളിൽ വെച്ച് തന്നെ ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്കൂൾ ബസ്സിൽ ഇരുവരും ഒരുമിച്ച് ഇന്ന് സ്കൂൾ വിട്ടതിന് ശേഷം ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്ന സ്കൂൾ ബസ്സിൽ കയറിയതിനു ശേഷമാണ് വീണ്ടും ബസ്സിനകത്ത് വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും ഈ +1 വിദ്യാർത്ഥി ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനായി കരുതി വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ അതുപോലെ തന്നെ സ്കൂൾ ബസ്സിലെ അധികൃതരും പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ +1 വിദ്യാർത്ഥി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ച് 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായി ഫയൽ നീങ്ങിയത്. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. 20 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത്. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. എന്നാൽ 20 വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല. ഇവരിൽ പലരും രോഗികളാണ്. 3 മാസം മുമ്പാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ നൽകിയത്. അതിവേഗം ശുപാർശ ജയിൽ DGP വഴി മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തി. സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനവും പരിഗണിക്കാറുണ്ട്. എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല.
പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനയുണ്ട്. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിത്ത് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിത്ത് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടെ മാള ഹോളി ഗ്രേസ് കോളേജിൽ SFI നേതാവ് ആശിഷിനെ മർദ്ദിച്ച സംഭവത്തിൽ KSU പ്രവർത്തകർ അറസ്റ്റിൽ. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടക്കം 3 പേരാണ് പിടിയിലായത്. ആശിഷിനെ മർദ്ദിച്ച KSU നേതാവ് ആരോണിനെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ രാത്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വെച്ചാണ് SFI പ്രവർത്തകർ സംഘം ചേർന്ന് ആരോണിനെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആരോണിനെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന ട്രഷറർ സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവർ മാള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംസ്ഥാന നേതാവിന്റെ ആഹ്വാനപ്രകാരമാണ് SFI പ്രവർത്തകർ കലോത്സവം അലങ്കോലപ്പെടുത്തിയെന്ന് MSF ആരോപിച്ചു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയോ KSUവിനെയോ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയാനാണ് MSF ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒറ്റതിരിഞ്ഞ് KSUവിനെ ആക്രമിച്ച് ഏതെങ്കിലും ചില ദൃശ്യങ്ങളിലെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആക്രമിച്ചു കളയാൻ വേണ്ടി കഴിയില്ല. സോണൽ കലോത്സവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കലകളെ രക്തക്കറകളുള്ള ഇടങ്ങളാക്കി മാറ്റാൻ SFI നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശൂർ കലോത്സവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വാദം തുറന്ന ചിത്രങ്ങൾ SFI പുറത്തുവിട്ടു. ആംബുലൻസിനുള്ളിൽ വെച്ച് KSU നേതാക്കളെടുത്ത സെൽഫിയാണ് SFI പുറത്തുവിട്ടത്. ആംബുലൻസിനുള്ളിൽ പരിക്കേറ്റവരല്ല ഉണ്ടായിരുന്നതെന്ന് SFI പറയുന്നു. 24 തൃശൂർ. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ വാദം. CBI അന്വേഷണാവശ്യം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ടെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് വിശ്വാസ്യതയില്ല. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അപൂർവ സാഹചര്യമാണ്. മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണം. കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് പൊതുസമൂഹത്തിനു കൂടി ബോധ്യപ്പെടണം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉത്തരം ലഭിച്ചിട്ടില്ല. ആത്മഹത്യയെങ്കിൽ ഉമിനീര് പുറത്തുവരുമായിരുന്നു. കേസ് ഡയറിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ലെന്നും കേസിൽ CBI അന്വേഷണം അനിവാര്യമെന്നും K മഞ്ജുഷ അപ്പീലിൽ പറയുന്നു. 24 കൊച്ചി. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും 15 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് മൗനി അമാവാസി ദിനത്തിൽ മഹാകുംഭമേളയിലെ അമൃതസ്നാനത്തിനായി എത്തിയ വിശ്വാസികളുടെ തിക്കിലും തിരക്കിലുമാണ് അപകടം. പുലർച്ചെ 2 മണിയോടെ അഗാഡ മാർഗിലെ ബാരിക്കേഡുകൾ തകർന്ന നിരവധി പേർ നിലത്തു വീണു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കുംഭമേളയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ത്രിവേണി സംഗമത്തിലെ അഗാഡകളുടെ അമൃതസ്നാനം പുനരാരംഭിച്ചു. അപകടത്തിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. 24 ഡൽഹി. ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണത്തറയായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരം. NVS-02 ഉപഗ്രഹം GSLV F-15 ചിറകിലേറി ഭ്രമണപഥത്തിലെത്തി. ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് ISRO ചെയർമാൻ V നാരായണൻ പ്രതികരിച്ചു. 3, 2, 1, L40 stages are ignited. അഭിമാനം, ആവേശം. ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണത്തറയ്ക്ക് അത്യുജ്വല സെഞ്ചുറി. രാവിലെ 6:23 NVS-02 വഹിച്ചുള്ള GSLV F-15 യാത്ര തുടങ്ങി. കൃത്യം 19 മിനിറ്റുകൾക്കപ്പുറം ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി. അമേരിക്കയുടെ GPS ബദലായുള്ള ഇന്ത്യയുടെ നാവിഗേഷൻ സംവിധാനമായ
നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-02. കൃത്യമായ സ്ഥാനം, വേഗം, സമയസേവനങ്ങൾ എന്നിവ നൽകാൻ നാവിക്കിന് കഴിയും. ISROയുടെ മുൻ ചെയർമാൻമാരും ഡയറക്ടർമാരും ചരിത്ര വിക്ഷേപണത്തിന് സാക്ഷിയായി. NVS-02 spacecraft at the intended geostationary transfer orbit is now injected and the mission is completed. ISRO ചെയർമാനായുള്ള ആദ്യ ദൗത്യത്തിൽ തന്നെ ചരിത്രത്തിളക്കം നേടിയതിന്റെ സന്തോഷം പങ്കുവച്ച് ഡോക്ടർ വി നാരായണൻ. Today we made a historical achievement in India, the 100th launch from the spaceport. സെഞ്ചുറി ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായത് മലയാളി തോമസ് കുര്യൻ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ലോഞ്ചിൽ ആ മിഷൻ ഡയറക്ടറായിരിക്കാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ GSLV Mark IIന്റെ ലോഞ്ച് നേരിട്ട് കാണുന്നത് മിഷൻ ഡയറക്ടർ സീറ്റിൽ നിന്ന് തന്നെയാണ്. ഗഗൻയാൻ, ചന്ദ്രയാൻ തുടർ ദൗത്യങ്ങൾ, സ്വന്തമായ ബഹിരാകാശ നിലയം. രാജ്യത്തിനും ഇസ്രോയ്ക്കും സ്വപ്നങ്ങളേറെയുണ്ട്. എല്ലാത്തിനും കരുത്തായി ഈ കോട്ടയുമുണ്ടാകും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. അധികാരത്തിലെത്തിയ ലോക്പാൽ കൊണ്ടുവരുമെന്ന വാഗ്ദാനവുമായി ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായി നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP റാലിയിൽ പറഞ്ഞു. ജനക്ഷേമ പദ്ധതികളിലൂടെ ജനവികാരം അനുകൂലമാക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. സ്ത്രീകൾക്ക് പ്രതിമാസം 25,000 രൂപ, 25 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, തൊഴിലില്ലാത്ത വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് പ്രതിമാസം 8,500 രൂപ, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, സൗജന്യ റേഷൻ കിറ്റ്, 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, മിതമായ നിരക്കിൽ ഭക്ഷണം നൽകാനായി 100 ഇന്ദിരാ ക്യാൻറ്റീനുകൾ, പൂർവാഞ്ചലുകൾക്കായി പ്രത്യേക പദ്ധതികൾ എന്നിങ്ങനെ നീളുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ. ഡൽഹിയിൽ BJP വരുമെന്നും ആം ആദ്മിയെ പുറംതള്ളണമെന്നും പ്രധാനമന്ത്രി. पूरी दिल्ली आज कह रही है 5 फरवरी आएगी, आपदा जाएगी, भाजपा आएगी. ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന നദിയിൽ വിഷം കലർത്തിയെന്ന കെജ്രിവാളിന്റെ ആരോപണം രാജ്യത്തിന് തന്നെ അപമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ കരട് റിപ്പോർട്ട് അംഗീകരിച്ച് സംയുക്ത പാർലമെന്ററി സമിതി. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. റിപ്പോർട്ട് ഉടൻ ലോക്സഭാ സ്പീക്കർക്ക് കൈമാറുമെന്ന് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാന യോഗത്തിലാണ് കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ടിന് അംഗീകാരം. ബില്ലിന്റെ കരട് റിപ്പോർട്ട് സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. रिपोर्ट भी अडॉप्ट होगा और आज रिवाइज जो अमेंडेड बिल है वो भी अडॉप्ट होगा. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും നിലനിർത്തിയതായാണ് വിവരം. ബോർഡിൽ 2 മുസ്ലിം ഇതര വിഭാഗക്കാർ വേണമെന്ന വ്യവസ്ഥ നിലനിർത്തും. വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണയിക്കാനുള്ള അവകാശം വഖഫ് കമ്മീഷണർമാരിൽ നിന്നും ജില്ലാ കളക്ടർമാർക്ക് നൽകാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി പരിഗണിക്കില്ലെന്ന വ്യവസ്ഥയും കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 44 വ്യവസ്ഥകളിൽ ഭേദഗതികൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം S വിജയകുമാർ എത്തും. നമസ്കാരം.